ഹലോ, വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു പഴയ കാലത്തൊരു റെസിപ്പിയാണ്, പുയ്യാപ്പിള ചട്ടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നോമ്പിന് നമ്മൾ പൊതുവേ ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ സ്നാക്സ്, ഡ്രിങ്ക്സ്, പത്തിരി ഇതൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാ ഉള്ള പോലെ തന്നെ വൈകിട്ടേക്കുള്ള ഭക്ഷണങ്ങൾ സാധാ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഒരു സാധാ ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഇഫ്താറിൻ്റെ സമയത്തേക്ക്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. മുരിങ്ങൻ്റെ എല്ലാം മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ റെഡിയാക്കുകയാണത്. അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പതുക്കെ ഇരുന്നിട്ട് ചെയ്തോളും. അപ്പോഴേക്ക് ഞാൻ മുരിങ്ങൻ്റെ ഒന്ന് റെഡിയാക്കാൻ പോവുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് റോസുവിനിപ്പോൾ ഭയങ്കര അലർജിയാണ് ഈ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി കാണുമ്പോൾ. ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതാക്കണമെങ്കിൽ ചെറിയ ഉള്ളി എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ മതി. ചെറിയ ഉള്ളി കണ്ടാൽ പിന്നെ വേഗം കണറായിട്ട് വരും. അത് മാറ്റി വെക്കാനും പറയും. ആൾ സാധാരണ ഇങ്ങനെ ഉള്ളി തൊലിക്കുന്നിടത്തേക്കൊന്നും വരില്ല. പക്ഷേ റീനിനെ ഏൽപ്പിച്ചുകൊണ്ട് റീനിനെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അവളായിട്ട് വീഡിയോയിൽ വരാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി തൊലിക്കാൻ മക്കളെ ഏൽപ്പിച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ, ചോറിലേക്കുള്ള കറി. അപ്പോൾ ഇന്ന് പരിപ്പും മുരിങ്ങൻ്റെ ഇലയും കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 1/2 കപ്പ് പരിപ്പ്, ഈ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങൻ്റെ ഇല നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുരിങ്ങൻ്റെ ഇലയും പരിപ്പൊക്കെ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാൻ ഉള്ളി തൊലിക്കുന്നത് എന്തായി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ റോസു കംപ്ലൈൻറ്റ് പറയാണ്, കൈയൊക്കെ കേട് വന്നെന്നുള്ളത്. അവൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന പോലെയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ വേഗം ഓടിപ്പോയി. സവോള, ചെറിയ ഉള്ളി അതൊന്നും കണ്ടാൽ അവിടെ ആ ഭാഗത്തേക്ക് വരില്ല. അപ്പം പിന്നെ ഞാൻ അവരോട് പോകാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അത് റെഡിയാക്കി. റീനിന് നോമ്പുള്ളതുകൊണ്ട് റീനിന് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഉപ്പേരിക്കായിട്ട് ചിരങ്ങ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചിരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞു, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്, അത് പിന്നെ ബാക്കി റീനും ചെയ്തോളും. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും മുരിങ്ങൻ്റെ ഇലയൊക്കെ റെഡിയായി തുടങ്ങി. ഞാൻ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇത് വെന്ത ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കാറ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ട് ഞാൻ തേങ്ങയുടെ ഇത് അരപ്പൊന്ന് റെഡിയാക്കുകയാണ്. ഒരു 1.5 കപ്പ് തേങ്ങയും പിന്നെ 2-3 ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോളയുടെ ചെറിയൊരു കഷ്ണം, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം കേട്ടോ. അപ്പോൾ അത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞ ശേഷം വേണം അത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, പരിപ്പും മുരിങ്ങൻ്റെ ഇലയും. ഈ കറി എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് തിളച്ച് മറിയാൻ പാടില്ല. ഒരുപാട് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെള്ളം പോലാവും കറി. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറി ഭയങ്കര തിക്കായതുകൊണ്ട്. ഇതുപോലത്തെ പച്ചക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം ഇതുപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ ഓഫാക്കണം, അല്ലെങ്കിൽ പിന്നെ കറി ഒരുമാതിരി ആയിപ്പോവും. അപ്പോൾ ഞാനിത് ഓഫാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു തിള വരുന്ന സമയത്ത് തന്നെ ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കടുക് പൊട്ടിക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ചെമ്മീൻ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ചെമ്മീൻ ഞാൻ കുറച്ചെടുത്തിട്ട് തൊലിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ചും മല്ലിപ്പൊടി കുറച്ചും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു മാരിനേഷൻ കൊടുത്താൽ മതി ചെമ്മീന്. നമ്മൾ വേറൊരു സംഭവമാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്.
നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മസാല തേച്ചിട്ടുണ്ട്. ഇനി പാന് ചൂടാക്കിയിട്ട് ആദ്യം നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇവിടെ കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ബോട്ടിലെടുത്തു. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വറവിട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ഇനി ആ പാനിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി പുയ്യാപ്പിള ചട്ടി റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിനേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ചെമ്മീൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ബാക്കി നമുക്ക് അത് ഞാൻ കാണിക്കാം ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ചെമ്മീനിലേക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ ഉള്ളി ആയിട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി സവാള എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ട, ഒരു 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ചെമ്മീൻ ഫ്രൈ ആയത് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചെമ്മീൻ ഫ്രൈ ആക്കിയുള്ള ഓയിൽ കളയണ്ട. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ അവിടെ ഇരുന്നിട്ട്. വല്ലാണ്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു അര തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി മൊത്തത്തിൽ എടുത്തിട്ടില്ല, ചെമ്മീൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ സവോള ചെറിയുള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ചെറിയൊരു പീസ്, അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ. ആ തേങ്ങ ചെരുവേതും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു മണമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ കളറ് നമ്മൾ ഈ ഒരു മസാലയുടെ കളറ് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും മുളക് പൊടി ചേർത്ത് കൊടുക്കാം, എരിവ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ ഇതിലേക്ക് മസാല പൊടികളൊന്നും വേറെ ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ മസാലയുടെ കുത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഈ ഉപ്പേരിയിലേക്കുള്ള ചിരങ്ങ ഒന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വലുപ്പത്തിലൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മടി കാരണം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുയ്യാപ്പിള ചട്ടിയിലേക്കുള്ള മസാല അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇവിടെ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ചിരങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചിരങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ചമ്മന്തി പോലെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തേങ്ങ ചെരുവേതും കൂടെ ചേർത്ത് കൊടുക്കാറാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കും. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പുയ്യാപ്പിള ചട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ റെസിപ്പി പണ്ട് കാലത്തുള്ള റെസിപ്പിയാണ്. മത്തനിലയിൽ മീൻ വറ്റിച്ചെടുക്കുക, ചെമ്മീൻ വറ്റിച്ചെടുക്കുക, അങ്ങനത്തെ റെസിപ്പിയാണ്. അത് പുയ്യാപ്പിള ചട്ടി എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കാൻ്റെ പേര് തൻവീർ എന്നാട്ടോ. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തനിലയിൽ എന്തുണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഉമ്മ മത്തനില കിട്ടുമ്പം ഇതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം പുയ്യാപ്പിളാർ വരുമ്പോൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പുയ്യാപ്പിള ചട്ടിന്ന് ഞാൻ തന്നെ പേരിട്ടതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ നമുക്ക് ചട്ടി വേണം. അപ്പോൾ ഞാൻ ചെറിയ 2 ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കാണാനുള്ള ഒരു ഭംഗിക്കാണ്. നിങ്ങൾക്ക് ഒരൊറ്റ വലിയ ചട്ടി എടുത്താലും മതി. അപ്പോൾ ചട്ടി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലേ ആ ഒരു നല്ലൊരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പണ്ടത്തെ ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ ഉണ്ടാക്കണം. അതുപോലെ ചട്ടിയിൽ തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ വെളിച്ചെണ്ണ ചട്ടിയുടെ സൈഡിലും അകത്തൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ അധികം ആയിക്കോട്ടെ കേട്ടോ. ഇതാ കണ്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒരു 1/2 ടീസ്പൂണൊക്കെ പുറത്തേക്ക് കുറച്ച് കൂടുതലുണ്ട്. ചട്ടിയിൽ കാണുന്നില്ലേ നടുവിൽ. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അവിടെ ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതാ മത്തനില കുറച്ച് ആമി കൊടുത്തയച്ചിട്ടുള്ള മത്തനില തന്നെയാണത്. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം വലുതെടുത്തിട്ട് ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ മത്തനില നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ഞാനൊരു 3 എണ്ണമാണ് ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത്. മത്തനില എൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം 2 ചട്ടിയിലുമായിട്ട് 3 മത്തനില വെച്ചു, 3 എണ്ണം വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ഈ മസാലക്കൂട്ടും ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കിയുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കൂടി ചേർത്തിട്ടും വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ആദ്യം ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ വാഴയിലയിൽ മീൻ പൊള്ളിച്ചെടുക്കുമല്ലോ, അതിൻ്റെ വേറൊരു മോഡലാണ്. പക്ഷെ മത്തനിലയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ കേട്ടോ. എന്നിട്ട് മസാല വെച്ചതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ രണ്ടിലും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ആ മത്തനിലയും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. മത്തനില ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ഉപ്പ് കുറച്ചുണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ മത്തനില നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ മുകളിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുയ്യാപ്ല ചട്ടി. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചൂടാക്കി എടുക്കേണ്ടത് നമുക്കിനി മത്തനില വേവാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ടീസ്പൂൺ വീതം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് തുറക്കുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു മത്തനില കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ മത്തനില വേവാനുണ്ട് കേട്ടോ, അത് മറന്നു പോകരുത്. നമ്മൾ വാഴയിലയിലൊക്കെ പൊള്ളിക്കുന്ന സമയത്ത് വാഴയില കഴിക്കാറില്ല, പക്ഷേ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് മൊത്തത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു സ്പെഷ്യൽ ചട്ടി തന്നെയാണ്, പുയ്യാപ്പിള ചട്ടി തന്നെയാണ്. സ്പെഷ്യലായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് ചട്ടികളിൽ നമുക്കിതുപോലെ സെർവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവി വരാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ ആ ഒരു ആവിയിൽ നമുക്ക് ഈ മത്തനില കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ രണ്ടിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത്, ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ, നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുമല്ലോ അതുപോലെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5-8 മിനിറ്റ്. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് നോക്കാം, അത് വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മത്തനില വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു വിഭവം റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മത്തനില നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷം ഒരു 1-2 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. ഒരുപാട് നേരം വെക്കരുത് കേട്ടോ, അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോവും. ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. വെള്ളത്തോട് തന്നെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒന്ന് ഡ്രൈ ആവണം ഈ ഒരു സംഭവം. അപ്പോൾ ഇത് മത്തനില വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. വെന്താലാണ് നമ്മുടെ ഈ ഒരു വിഭവം റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ പുയ്യാപ്പിള ചട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത് ചിരങ്ങ ഉപ്പേരി ഉണ്ട്, മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, കൊണ്ടാട്ടമുളക്, പിന്നെ നാരങ്ങച്ചാർ, മീനച്ചാർ, അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഇഫ്താർ തന്നെ ആയിരുന്നു ഇന്നലെ റെഡിയാക്കിയിരുന്നത്. അപ്പോൾ നമ്മുടെ പുയ്യാപ്പിള ചട്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ, കാരണം മത്തനിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തുറക്കുന്ന സമയത്ത് ഭയങ്കര ഒരു മണമായിരിക്കും കേട്ടോ. ചെമ്മീനും മത്തനിലൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ചട്ടി വേണമെന്നുള്ളൂ. പിന്നെ ഇതുപോലെ മത്തനിലയിൽ ഇങ്ങനെ മീൻ വറ്റിച്ചെടുക്കുന്നതൊക്കെ ഒട്ടുമിക്ക വീടുകളിലും അറിയുന്ന റെസിപ്പി തന്നെയാണ്. മിക്കതും വറ്റിച്ചെടുക്കുന്നത് അയലൊക്കെ ആയിരിക്കും. അയല വറ്റിച്ചെടുക്കാറുണ്ട്. ഈ ചെമ്മീൻ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ ചെമ്മീൻ കിഡിലും ടേസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചോറാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ചോറ് തന്നെയാണ് ടേസ്റ്റ്. അപ്പം ഇഫ്താറിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജ്യൂസും ഫ്രൂട്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചോറ് കഴിച്ചു.
പിന്നെ മത്തനില ഒരുപാടുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഇതിൽ വെച്ച് കൊടുക്കണ്ട. ഒരു 5-6 ലെയറായിട്ട് ഏറ്റവും താഴെ വെച്ച് കൊടുക്കുക. പിന്നെ മുകളിൽ വേണമെങ്കിൽ ഒരു 2 ലെയറും വെച്ച് കൊടുക്കുക. അത്രയും മതി കേട്ടോ ഒരു ചട്ടിയിലേക്ക്. എന്നാലേ ചെമ്മീൻ്റെ ഫ്ലേവർ ആ മത്തനിലേക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഒരുപാട് മത്തനില വെക്കുമ്പോൾ പിന്നെ എല്ലാം കൂടി ആ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറിലേക്കുള്ള വിഭവങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ പുയ്യാപ്ല ചട്ടി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുയ്യാപ്ലർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. കുറച്ച് ചട്ടികൾ വേണമെന്നുണ്ടാവുള്ളൂ. ചെറിയ ചെറിയ ചട്ടികളിൽ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.